നാറ്റോയിൽ നിന്നും ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും അമേരിക്ക പിന്മാറുന്നതിനെ എലോൺ മസ്ക് അടുത്തിടെ അംഗീകരിച്ചത് അന്താരാഷ്ട്ര സഖ്യങ്ങളിൽ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ചുള്ള തീവ്രമായ ചർച്ചകൾക്ക് തുടക്കമിട്ടു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വൈറ്റ് ഹൌസിലേക്കുള്ള പ്രക്ഷുബ്ധമായ സന്ദർശനത്തിന് പിന്നാലെയാണ് മസ്കിന്റെ അഭിപ്രായം. അന്താരാഷ്ട്ര സംഘടനകളെ വിമർശിച്ച ചരിത്രം കണക്കിലെടുത്താൽ നാറ്റോയെയും യുഎന്നിനെയും കുറിച്ചുള്ള മസ്കിന്റെ നിലപാട് അത്ഭുതപ്പെടുത്തുന്നതല്ല. ഗവൺമെന്റ് എഫിഷ്യൻസി ഓഫീസിന്റെ തലവൻ എന്ന നിലയിൽ USAID ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ ഏജൻസികളെ അദ്ദേഹം ക്രിമിനൽ സംഘടന എന്ന് മുദ്രകുത്തിയ മസ്ക് നിരവധി സർക്കാർ ഏജൻസികളെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാറ്റോയെയും യുഎന്നിനെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ച വീക്ഷണങ്ങളുമായി പൊരുത്തപ്പെടുന്നവയാണ്. മസ്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വളരെ കാലമായി നാറ്റോയെ കാലഹരണപ്പെട്ടുവെന്ന് വിളിക്കുകയും നാറ്റോയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. US നാറ്റോയിൽ നിന്ന് പിന്മാറുന്നതിന്റെ അനന്തരഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കും. രാഷ്ട്രീയവും സൈനികവുമായ മാർഗങ്ങളിലൂടെ അംഗരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് നാറ്റോയുടെ ലക്ഷ്യം. US നാറ്റോ വിട്ടാൽ സഖ്യത്തിന്റെ കൂട്ടായ പ്രതിരോധ വ്യവസ്ഥയായ ആർട്ടിക്കിൾ 5 ദുർബലപ്പെടുത്തുകയും അതിൽ അംഗരാജ്യത്തിന് നേരെയുള്ള ആക്രമണം എല്ലാവർക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടുകയും ചെയ്യും. US നാറ്റോ വിട്ടാൽ റഷ്യ യൂറോപ്പ് പിടിച്ചെടുക്കാനുള്ള സാധ്യത ക്രമാതീതമായി വർദ്ധിക്കുമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകുന്നത്. യുക്രൈനിനും മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളോടുമുള്ള റഷ്യയുടെ ആക്രമണ ചരിത്രം കണക്കിലെടുത്താൽ സെലൻസ്കിയുടെ ആശങ്ക അടിസ്ഥാനരഹിതമല്ല. മാത്രമല്ല, നാറ്റോയിൽ നിന്നുള്ള US പിന്മാറ്റം ആഗോള സുരക്ഷയ്ക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. യൂറോപ്പിലും അതിനപ്പുറത്തും സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിൽ നാറ്റോ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. US പങ്കാളിത്തമില്ലാതെ ആക്രമണം തടയാനും പ്രതിസന്ധികളോട് പ്രതികരിക്കാനുമുള്ള സഖ്യത്തിന്റെ കഴിവ് ഗണ്യമായി കുറയും. 2024 ജനുവരിയിൽ ലാസ് വെഗാസിൽ നടന്ന ഒരു റാലിയിൽ നാറ്റോയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ച് ട്രംപ് പലരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അന്ന് ട്രംപ് നാറ്റോയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നാറ്റോയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾക്ക് അവരുടെ സഹായം ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആക്രമണം നേരിടേണ്ടി വന്നാൽ പോലും അവർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വിശ്വാസമില്ല. ഞാൻ എല്ലാവരെയും മനസ്സിലാക്കുന്നു. ആരെല്ലാം വരുമെന്നും ആരെല്ലാം വരില്ലെന്നും ഞാൻ രാജ്യം തോറും പറയാം, ട്രംപ് പറഞ്ഞു. സുരക്ഷാ പ്രത്യാഘാതങ്ങൾക്ക് പുറമെ നാറ്റോയിൽ നിന്നുള്ള US പിൻവാങ്ങലിന് കാര്യമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. നാറ്റോ അംഗരാജ്യങ്ങൾക്ക് സംയുക്തമായി $40 ട്രില്യൺ GDP ഉണ്ട്. കൂടാതെ അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ സഖ്യം നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. നാറ്റോയിൽ നിന്നും UN-ൽ നിന്നും US പിന്മാറുന്നതിനെ എലോൺ മസ്ക് അംഗീകരിച്ചത് ആഗോള സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആശങ്ക ഉളവാക്കുന്ന സംഭവ വികാസമാണ്. അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ചുള്ള മസ്കിന്റെ വീക്ഷണങ്ങൾ പുതിയതല്ലെങ്കിലും ഒരു പ്രമുഖ ബിസിനസ് നേതാവും സർക്കാർ ഉദ്യോഗസ്ഥനുമെന്ന നിലയിലുള്ള മസ്കിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ പ്രത്യേകം ശ്രദ്ധേയമാക്കുന്നു. അന്താരാഷ്ട്ര സഖ്യങ്ങളിൽ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുമ്പോഴും നാറ്റോയിൽ നിന്ന് US പിന്മാറുന്നതിന്റെ ദൂരവ്യാപകമായ അനന്തരഫലങ്ങൾ നയരൂപീകരണത്തിൽ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്.